ആശാന്റെയും ലൂണയുടെയും അഭാവത്തിൽ അവർക്ക് വേണ്ടി ഒരു മികച്ച വിജയം സമ്മാനിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി. പഞ്ചാബ് എഫ് സി അവരുടെ തട്ടകത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ഈ മത്സരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ചേട്ടാ, വളരെ അനായാസൊരു വിജയം പ്രതീക്ഷിച്ചൊരു മത്സരമാണത്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് നമുക്ക് അറിയാം ആശാന് വിലക്കാണ്. അതിന് പുറമെ ലൂണയുടെ പരിക്ക് വന്നത്. അത് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയൊരു ഇരുട്ടടിയായി പോയി എന്ന് പറയാം. കാരണം ലൂണ മിഡ്ഫീൽഡിൽ എത്ര വലിയ സജീവ സാന്നിധ്യമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ നെടുന്തൂണാണെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മൾ കണ്ടത് അത്യാവശ്യം നല്ലൊരു മികച്ച പ്രകടനം തന്നെയാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം ഉണ്ടായത്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ മത്സരം? തീർച്ചയായിട്ടും സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല. പെട്ടെന്നായിരുന്നല്ലോ ഇങ്ങനെ ഇപ്പം വിലക്ക് വന്നത് ഇവാൻ വുക്കമനോവിച്ചിൻ്റെ. അതുകൂടാതെ ലൂണയുടെ പരിക്ക് ശരിക്കും ഒരു ഇരട്ടി ആഘാതമായിരുന്നു. അതുകൂടാതെ ഡാനിഷ് ഫാറൂഖും ഇല്ലായിരുന്നു. 4 മഞ്ഞക്കെട്ടുകൾ അദ്ദേഹം വാങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിനും സസ്പെൻഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചില അതീവ നിർണായകമായുള്ള സാന്നിധ്യങ്ങളില്ലാതെ ഇറങ്ങേണ്ടി വന്നു. പക്ഷേ അവസരം തീർത്തും മോശമാക്കിയില്ല. കാരണം 3 പോയിന്റ് നേടാനായി. എവേ മത്സരമായിരുന്നു. പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ 1-0 തോൽപ്പിക്കാൻ സാധിച്ചു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഗെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു ബ്ലാസ്റ്റേഴ്സ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം പഞ്ചാബ് നല്ല ഡിഫൻസീവ് ഗെയിം ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ തന്നെ ഐമനും അസറും കൂടെ ചേർന്നുള്ള ആ ഒരു ഇതായിരുന്നു. കാരണം ഐമൻ്റെ ആ ഷോട്ട് ക്രോസ് ബാർ തട്ടി ഭാഗ്യമില്ലാതെ പോയി. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഗോൾ നേടുകയാണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ വലിയൊരു മാർജിനിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു തിരിച്ചുവരവ് നടത്തി. കാരണം ഫസ്റ്റ് ഹാഫിൽ പഞ്ചാബ് പയറ്റിയ അമിതമായിട്ടുള്ള ഡിഫൻസീവ് ഗെയിം മനസ്സിലാക്കി സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ടീം മുന്നോട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ അറ്റാക്ക് സ്ട്രോങ് ആക്കണം എന്നുള്ള ഒരു ഫീൽ തന്നെ കളിച്ചു. അതിൻ്റെ ആ ഒരു റിസൾട്ടായിരുന്നു 51-ാം മിനിറ്റിൽ കിട്ടിയ ഗോള്. അത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു മത്സരം നമ്മൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിപിൻ മോഹനാണ് താരം. കാരണം വിപിൻ മോഹൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, കാരണം ആ ഒരു വലിയ താരമായിട്ട് അദ്ദേഹം വരുന്നു എന്നുള്ളത്. കാരണം ഓരോ മത്സരം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ മത്സരം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. കാരണം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയറായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലൂണയുടെ അസാന്നിധ്യത്തിൽ വിപിൻ മോഹൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, സെറ്റ് പീസ് എല്ലാം എടുത്തത് വിപിൻ മോഹനാണ്. അതുമാത്രമല്ല ആദ്യ ഗോളിന് ശരിക്കും ആ ഒരു പാസ്, ഒരു സ്പ്ലിറ്റിംഗ് പാസ് ബോക്സിനുള്ളിലേക്ക് നൽകിയത് വിപിൻ മോഹനായിരുന്നു. അത് റിക്കവർ ചെയ്തെടുത്തിട്ടാണ് നൽകിയത്. അതുമാത്രമല്ല അത് പിന്നെ ഐമനെ ഫൗൾ ചെയ്തതിന് ഐമൻ്റെ റോളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഐമനെ ഫൗൾ ചെയ്തതിനാണ് പിന്നെ ദിമിത്രിയസ് ഡയമൻഡോസ് പെനാൽറ്റി ഗോളാക്കി മാറ്റിയത്. അപ്പോൾ അതൊരു നിർണായകമായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ലീഡ് നേടാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ഗോൾ നേടാൻ പറ്റി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു, പഞ്ചാബിൻ്റെ ആ ഒരു മുറയിൽ കുറേയൊക്കെ പോയി. അല്ലെങ്കിൽ പഞ്ചാബ് തിരിച്ച് അവരെ ഈ ടാക്ടിക്സ് ചിലപ്പോൾ പയറ്റാൻ സാധ്യതയുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. കാരണം ഒരു കൗണ്ടർ അറ്റാക്കുകൾ അവരുടെ കുറച്ച് ഡേഞ്ചറസ് തന്നെയാണ്. അപ്പം അത് ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതാക്കി. പിന്നെ അതിനുശേഷം അവസരങ്ങളുണ്ടായിരുന്നല്ലോ, നമുക്കറിയാം. വീണ്ടും വിപിൻ മോഹൻ്റെ ഒരു സെറ്റ് പീസ് ഉണ്ടായിരുന്നു. അത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ബാർ തട്ടി പോസ്റ്റ് തട്ടിയിട്ട് അത് ഗോളാകാതെ പോവുകയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു റീബൗണ്ട് നീക്കം ഉണ്ടായിരുന്നു. അതും ലെസ്കോവിച്ചിനും ഗോളാക്കാൻ പറ്റില്ല, അതും പോസ്റ്റ് തട്ടി തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിർഭാഗ്യങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ വിപിൻ മോഹൻ്റെ നല്ലൊരു ത്രൂ ബോൾ നിന്ന് പ്രീതം കോട്ടാലിന് ഷുവർ ചാൻസ് ആയിരുന്നു. കാരണം ഗോളി മാത്രം മുന്നിൽ നിൽക്കുക, നമ്മൾ ചോദിച്ചത് ഗോളായി എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വിപിൻ മോഹനൻ, ഐമൻ, അസർ ഇങ്ങനെയുള്ള മലയാളി താരങ്ങളുടെ ഒരു പെർഫോമൻസ് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇന്നലെ നമ്മുടെ മിഡ്ഫീൽഡ് ഭരിച്ചത്, മിഡ്ഫീൽഡിൽ 4 പേരും മലയാളി താരങ്ങളായിരുന്നു. അതുകൂടാതെ 5 മലയാളി താരങ്ങൾ, സച്ചിൻ ഉൾപ്പെടെ 5 മലയാളി താരങ്ങളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ നിരാശയുടെ ഒരു കാരണവുമില്ല. കാരണം വിജയം നേടാൻ പറ്റി, 3 പോയിന്റ് നേടി. അതുമാത്രമല്ല ഇവാൻ വുക്കമനോവിച്ച് എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊത്തം ആ ഒരു ആശ്വാസം അവസാനം നമ്മൾ കണ്ടു. അദ്ദേഹം കളി കാണാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശ്വാസം അദ്ദേഹത്തെ മുഖത്ത് ദർശിച്ചിരുന്നു. കാരണം 3 പോയിന്റ് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ 3 പോയിന്റ് യുവനിര നേടിക്കൊടുത്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല നിലവിലിപ്പോൾ 20 പോയിന്റുമായി ഗോവയ്ക്കൊപ്പം പോയിന്റ് 1-ാം സ്ഥാനത്ത് പങ്കിടുകയാണ്. 2-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ടെക്നിക്കലി, കാരണം ഗോൾ ഡിഫറൻസിൽ ഗോവയാണ് മുന്നിൽ. പക്ഷേ അങ്ങനെയാണെങ്കിലും 3 പോയിന്റ് നേടാൻ സാധിച്ചു. കാരണം ഇനി 2 വമ്പൻ പോരാട്ടങ്ങളായി വരുന്നത് മുംബൈയും അത് കഴിഞ്ഞ മോഹൻ ബഗാനുമാണ്. അതാണ് നമുക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം മുംബൈ നമ്മുടെ ഹോം മത്സരത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിയിൽ നേരിട്ട ഏറ്റവും വലിയ എതിരാളികളാണ് നമ്മൾ മുംബൈ നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാന്നിധ്യത്തിലാണ് ഈ ലൂണയുടെ അഭാവം നമ്മളെ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ പഞ്ചാബ് എഫ് സിക്കെതിരെ എടുത്ത ഒരു പെർഫോമൻസ് പോരാ. തീർച്ചയായിട്ടും. കാരണം 11-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് പഞ്ചാബ് എഫ് സി. ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ അവർക്കുണ്ട്. നമുക്കറിയാം. 1, 2, 3, 4 താരങ്ങളൊക്കെ 2-3 താരങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവർ അത്ര ഒരു
സാധാരണ ഒരു ആവറേജ് നിരയാണ്. അപ്പോൾ ആ ഒരു വിജയം പോലെ ആയിരിക്കില്ല ഇനിയിപ്പോഴുള്ള മത്സരങ്ങളിൽ മുംബൈയൊക്കെ നേരിടുമ്പോൾ. കാരണം മുംബൈ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു റിവെഞ്ച് ഗെയിമായിട്ടാണ് ആരാധകർ കാണുന്നത്. കാരണം അവിടെ പോയി നമ്മൾ പൊരുതി തോറ്റതാണ്. അപ്പോൾ ആ മത്സരത്തിൽ എത്ര നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവെഞ്ചാണ് ആഗ്രഹിക്കുന്നത്. അതും ക്രിസ്മസ് തലേന്നാണ് മത്സരം കൊച്ചിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഫൈറ്റ് നടത്തേണ്ടതുണ്ട്. പക്ഷേ ലൂണയുടെ അഭാവം ഒരു ആശങ്ക തന്നെയാണ്. കാരണം ഇപ്പോൾ ലൂണയുടെ പരിക്കിൻ്റെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കിപ്പം 1-2 ദിവസത്തിനകം അറിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഫ്രാങ്ക് ധോവൻ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. കാൽമുട്ടിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ എന്തായാലും ലൂണയുടെ ഒരു അഭാവം ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ അദ്ദേഹം എത്രയും വേഗം കളിക്കളത്തിലേക്ക് തിരികെ വരണമെന്നുള്ളതായിരിക്കും എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നത്, ഫുട്ബോൾ പ്രേമികളെല്ലാം. പക്ഷേ ഈ സീസണൊക്കെ അദ്ദേഹത്തിന് നഷ്ടമാകുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എത്ര ആ ഒരു ഇതിനെ ഇങ്ങനെ കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബിബിൻ മോഹനൊക്കെ നല്ല രീതിയിൽ കളിക്കേണ്ട, ഐമൻ നല്ല പ്ലെയറാണ്, അസർ ഉണ്ട്, നല്ല യുവനിരയാണ്. പക്ഷേ ഈ യുവനിര ആണെങ്കിൽ പോലും ലൂണയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മത്സരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അതുമാത്രമല്ല, ലൂണയെ കേന്ദ്രീകരിച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം. നമുക്കറിയാമല്ലോ. ഇപ്പം കഴിഞ്ഞ 3 സീസൺ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 സീസണിൽ ആ സിറ്റുവേഷനിലാണ് പോകുന്നത്. ഈ സീസണിൽ നമ്മൾ കണ്ടതല്ല ലൂണയുടെ ഒരു ഫോം, ഓരോ മത്സരത്തിലും അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും മുംബൈക്കെതിരെ ഈ യുവതാരങ്ങളിൽ കോച്ച് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു. കാരണം ഇന്നലെ നമ്മൾ കണ്ടു, കാരണം ഐമനും അസറും നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഇരട്ട സഹോദരന്മാർ ആദ്യ ലെവലിൽ ഒരുമിച്ച് കളിച്ചു. ഒരു നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. നല്ല ഏകോപനത്തോടെ അവർ കളിച്ചു. അതിനൊപ്പം ബിബിൻ മോഹൻ്റെ ഒരു സാന്നിധ്യം. പക്ഷേ അതിലെനിക്ക് തോന്നുന്നത് ഇപ്പം രാഹുലിൻ്റെ ഒരു പെർഫോമൻസ്, കാരണം രാഹുൽ ശരിക്കും ഈ ഒരു നിരയിൽ സീനിയറാണ്. അപ്പോൾ രാഹുലിൽ നിന്ന് കുറച്ചും കൂടി ഉത്തരവാദിത്തം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ രാഹുൽ തീർത്തും നിരാശപ്പെടുത്തി. കാരണം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. രാഹുലിന് ചില മത്സരങ്ങളൊക്കെ നഷ്ടമായ ഒരു ഫ്ലോയിൽ അദ്ദേഹത്തിന് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നലത്തെ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ പന്ത് അനാവശ്യമായി ഹോൾഡ് ചെയ്ത് ബാക്ക് പാസൊക്കെ കൊടുത്ത് ഒരു നെഗറ്റീവ് ഗെയിം കളിക്കുന്നത് കണ്ടു. കാരണം ഒരു ആവേശം, കാരണം ഈ യുവതാരങ്ങളൊക്കെ ഈ രീതിയിൽ കളിക്കുമ്പോൾ അവരെക്കാൾ അല്പം സീനിയറായി നിൽക്കുന്ന പ്ലെയറാണ് രാഹുൽ. അപ്പോൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു പെർഫോമൻസാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം രാഹുലും കൂടി ഇന്നലെ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു ഗെയിം പയറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ മിസ് പാസുകൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ നോക്കേണ്ടത് വെച്ചാൽ ലെസ്കോവിച്ച് സ്റ്റാർട്ടിംഗ് 11 ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞാണ് അദ്ദേഹം കളിച്ചത്. നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. 2 നല്ല ക്ലിയറൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്ക്, ഗംഭീരമായൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. മിലോസ് ഡ്രിൻസിച്ചും ലെസ്കോവിച്ചും ചേർന്നുള്ള ആ ഒരു സഖ്യം വർക്കൗട്ടായി വരുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതൊരു ഇതാണ്. പിന്നെ സച്ചിൻ സുരേഷ് ആസ് യൂഷ്വൽ, സച്ചിൻ സുരേഷ് ഇന്നലെ വളരെ അവസരോചിതമായുള്ള സേവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനം പഞ്ചാബ് ശരിക്കൊന്ന് അറ്റാക്ക് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനെ കുറച്ചൊന്ന് പ്രതിരോധത്തിലാക്കി അവസാന മിനിറ്റുകളിലൊക്കെ. പ്രത്യേകിച്ച് ജോർഡാൻ ഗില്ല് വന്നതിന് ശേഷം നല്ല ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ പ്രശാന്തിന് അവസാനം ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പം ഓവറോൾ ഈ ഗെയിം നോക്കുകയാണെങ്കിൽ 3 പോയിന്റ് ലഭിച്ചു എന്നുള്ളതാണ് പോസിറ്റീവായ കാര്യം. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആസ് എ ടീം ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് വീക്ക് ലിങ്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് മുന്നേറ്റ നിര തന്നെയാണ് ഇപ്പോഴും പ്രശ്നം. ഇപ്പോൾ ദിമി ഇന്നലെ ഗോൾ നേടി, 5ാമത്തെ ഗോളാണ് ദിമി നേടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു പെപ്രയാണെങ്കിലും ദിമിയാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടെ ക്ലിനിക്കലായുള്ള പെർഫോമൻസാണ്. ഇപ്പോൾ ഫൈനൽ തേർഡിൽ നമ്മൾ കാണണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ തേർഡിൽ വൻ പരാജയമായിരുന്നു. അപ്പോൾ ഈ ഫൈനൽ തേർഡിലെ പ്രശ്നങ്ങൾ മറികടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലൂണ കൂടി ഇല്ലെങ്കിൽ, കാരണം ലൂണയുടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് പലപ്പോഴും അറ്റാക്കിങ്ങിൽ കിട്ടണമെന്നില്ല ഇനി. അപ്പോൾ ലൂണ ഇല്ലെങ്കിൽ ദിമിത്രിയോസ് ഡയമൻഡോക്കോസും പെപ്രയും, പ്രത്യേകിച്ച് പെപ്ര കുറച്ചും കൂടിയൊക്കെ, കാരണം ഇനിയും അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കളിക്കാൻ പറ്റില്ല. കാരണം ഒരു പൂർണ്ണമായൊരു കോൺഫിഡൻസോടെ കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ബോക്സിനുള്ളിലെത്തുമ്പോൾ. അപ്പോൾ അതൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയെ മറികടക്കാൻ ഇപ്പോൾ ഓരോ മത്സരങ്ങളും ഓരോ വിന്നേഴ്സ് അല്ലെങ്കിൽ അവസരോചിതമായ ഇടപെടലൊക്കെ താരങ്ങളുടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇനി ഒരു പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മോഹൻ ബഗാനും മുംബൈയൊക്കെ വരുമ്പോൾ ആ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൽ മുന്നേറ്റ നിര കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഒരു വീക്ക് ലിങ്കായി നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ വരുന്ന മത്സരങ്ങളാണ് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഗ്നിപരീക്ഷ സമ്മാനിക്കാൻ പോകുന്നത്. മുംബൈയെ നേരിടണം, മോഹൻ ബഗാൻ അവരുടെ തട്ടകത്തിൽ പോയി നേരിടണം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത മത്സരത്തിൽ എന്തായാലും ആശാൻ തിരിച്ചെത്തുന്നുണ്ട്. ജൂനിയറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം ഈ സീസണിൽ ഉണ്ടാവില്ല എന്നാണ് അനൗദ്യോഗികമായ ഒരു വിവരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ മത്സരത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.